നിങ്ങളും ഇതുപോലെ ഐപാഡും മാക്കും ഒക്കെ പർച്ചേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിനോട് ഫ്രീ എയർപോഡ്സും ആപ്പിൾ പെൻസിലും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചാൽ സന്തോഷമാകുമോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. അത് മറ്റൊന്നുമല്ല, ആപ്പിളിൻ്റെ ബാക്ക് ടു സ്കൂൾ ഓഫർ ആപ്പിൾ ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ആർക്കൊക്കെ ലഭിക്കും, എന്താണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് ഓഫർ, അങ്ങനെയുള്ള സകല കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ആപ്പിളിൻ്റെ ഇന്ത്യൻ വെബ്സൈറ്റ് ആയിട്ടുള്ള apple.in ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിലൂടെ ആപ്പിൾ പ്രോഡക്റ്റുകൾ, ഈ പറഞ്ഞ പ്രോഡക്റ്റുകളും അതോടൊപ്പം ഫ്രീ ഗിഫ്റ്റുകളും അതോടൊപ്പം തന്നെ ഹ്യൂജ് ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഈ ഒരു ബാക്ക് ടു സ്കൂൾ ഓഫറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത്? അതിൽ നമുക്ക് 2 കാറ്റഗറി ഓഫ് ആപ്പിൾ പ്രോഡക്റ്റുകളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഒന്ന് മാക്കും മറ്റൊന്ന് ഐപാഡും. സോ മാക്കിൻ്റെ എല്ലാ മോഡൽസിലും, മാക്ബുക്ക് എയർ, പ്രോ, അതോടൊപ്പം മാക് മിനി, ഇങ്ങനെയുള്ള എല്ലാ മോഡൽസിലും നമുക്ക് ഈ ഒരു ബാക്ക് ടു സ്കൂൾ ഓഫർ എലിജിബിൾ ആണ്. 2 ഐപാഡാണ്. ഐപാഡിൻ്റെ നിലവിലുള്ള എല്ലാ മോഡൽസും, ഐപാഡ് മിനി, ഐപാഡ് എയർ, ഐപാഡ് പ്രോ, ഐപാഡ് 10 ജനറേഷൻ, ഈ ഡിവൈസുകളിലും അല്ലെങ്കിൽ മോഡലുകളിലും നമുക്ക് ഈ പറഞ്ഞ ഓഫർ ലഭിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ഫ്രീ ഗിഫ്റ്റായിട്ട് നമുക്ക് എയർപോഡ്, അതിപ്പോൾ നിങ്ങളുടെ എയർപോഡ്സ് 3rd ജനറേഷൻ ആണിത്, അതോടൊപ്പം തന്നെ എയർപോഡ്സ് പ്രോ 2nd ഓ 1st ഓ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പോൾ നിങ്ങൾ ഐപാഡും മാക്കും പർച്ചേസ് ചെയ്യുമ്പം അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫ്രീ എയർപോഡ്സ് കാണും. അതല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോ സീരീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതാണ് മറ്റൊരു സവിശേഷത. ഇനി ആർക്കൊക്കെ ഈ ഒരു ഓഫറിലൂടെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും? ഒന്ന്, നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ ബാക്ക് ടു സ്കൂൾ എന്നാണ് പേര് പറയുന്നത്, പക്ഷേ ഇത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ടോട്ടലി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിനാണ് ഇതിൻ്റെ സകല ബെനിഫിറ്റുകളും ലഭിക്കത്തുള്ളൂ. നിലവിൽ കോളേജിൽ കറൻ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഓഫർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ ഒരു ഓഫർ ആർക്കൊക്കെ ലഭിക്കും? ആർക്ക് വേണമെങ്കിലും ലഭിക്കും. അതിന് പ്രത്യേകതകളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഓഫർ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾ മാക്ക് പർച്ചേസ് ചെയ്യാൻ, ഇപ്പോൾ മാക്ക് മാത്രമല്ല, മാക്ബുക്ക് മാത്രമല്ല, മാക് മിനിയോ അല്ലെങ്കിൽ മാക് സ്റ്റുഡിയോയോ അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ട 2-3 കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പിളിൻ്റെ സൈറ്റിലൂടെ 10% ഡിസ്കൗണ്ട് ഓഫറാണ് നിങ്ങൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആപ്പിൾ പെൻസിൽ അല്ലാന്നുണ്ടെങ്കിൽ എയർപോഡ്സ് ഫ്രീ ആയിട്ട് ലഭിക്കും. സോ ആപ്പിളിൻ്റെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണം, ഈ ഒരു ഓഫർ ലഭിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പം കറൻ്റ്ലി എൻറോൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം അതിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട ID കാർഡ്, പിന്നെ കോളേജിൽ നിന്നുള്ള ലെറ്റർ ചിലപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി എൻറോൾ ആയിരിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ യൂണി ഡേയ്സിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഫർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ ഗിഫ്റ്റും അതോടൊപ്പം ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി സ്റ്റുഡൻസ് അല്ലാത്ത മറ്റാളുകൾക്ക് എങ്ങനെ ഈ ഓഫറിലൂടെ പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. സ്റ്റുഡൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഈ കാര്യം പറയുക, അവരെ കൊണ്ട് ഈ പറഞ്ഞ യൂണി ഡേയ്സിൽ സൈൻ ഇൻ ചെയ്യിക്കുക, സാധനം വാങ്ങുക, അത്രേ ഉള്ളൂ. ഇനി ആപ്പിളിൻ്റെ വെബ്സൈറ്റ് ത്രൂ അല്ലാതെ വളരെ എളുപ്പത്തിൽ വളരെ ഫാസ്റ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്ക് ടു ഓഫറിൻ്റെ കുറച്ചെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് റീസെല്ലേഴ്സാണ്. നിങ്ങൾക്കറിയാം iPlanet, ഇമാജിൻ സ്റ്റോർ, ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റോറുകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് റീസെല്ലേഴ്സാണ്. അവർ ത്രൂയും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ ഈ പറഞ്ഞ ബാക്ക് ടു സ്കൂൾ ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു കുഴപ്പം, നിങ്ങൾക്ക് 10% ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ലഭിക്കുമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ സ്റ്റോറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് 6% ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓതറൈസ്ഡ് റീസെല്ലേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ 10% ലഭിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ആ ഒരു സ്റ്റോറിന് എന്തെങ്കിലും പ്രത്യേക ഡിസ്കൗണ്ടോ ഓഫറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പം ലഭിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ്, അതായത് നമ്മളുടെ ICICI കാർഡ്, ഇപ്പം നമുക്ക് HDFC കാർഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി എന്നാണ് കേൾക്കുന്നത്. അതായത് പ്രീവിയസ്ലി നമുക്കറിയാം ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ HDFC കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക്, ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക്, അങ്ങനെയുള്ള പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി HDFC ആയിട്ട് അധികം ഓഫേഴ്സൊന്നും ആപ്പിളിന് ഇപ്പം നിലവിലില്ല. കൂടുതലും എനിക്ക് തോന്നുന്നു ICICI അതോടൊപ്പം SBI ആണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്ക്സിൻ്റെ കാർഡ് ഹോൾഡേഴ്സിന് ഈ പറഞ്ഞ ബെനിഫിറ്റ് ഈ ഒരു സ്റ്റുഡൻറ്റ് ഓഫറിനോടൊപ്പം തന്നെ അഡീഷണലി ലഭിക്കുന്നതാണ്. സോ ആ കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ഓഫർ നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ലഭിക്കത്തില്ല എന്നുള്ള കാര്യവും കൂടെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
ഈ പറഞ്ഞ സ്റ്റോറുകളിലും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിലും മാത്രമേ ഉള്ളൂ. സോ പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തായാലും നല്ലൊരു ഡീല് തന്നെയാണ് ആപ്പിൾ ഇപ്പം കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു ബാക്ക് ടു സ്കൂൾ ഓഫർ. ഇനി നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത് ഏത് പ്രോഡക്റ്റ് എന്നുള്ളതാണ്. കാരണം മാക് ആയാലും ഐപാഡ് ആണെങ്കിലും നിങ്ങളുടെ പർപ്പസ് എന്താണോ അത് നോക്കി പർച്ചേസ് ചെയ്യുക. കാരണം ഒരു ലോങ് ടേം യൂസേജിനൊക്കെയാണ് നിങ്ങൾ പ്രോഗ്രാമിംഗ്, വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഡിസൈനിങ് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോറേജ് ഉള്ളതും അതോടൊപ്പം തന്നെ റാം കപ്പാസിറ്റി ഉള്ള ഒരു മാക്ക് അല്ലെങ്കിൽ ഐപാഡ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. സോ അങ്ങനെ പറയാനുള്ള കാര്യം, നിങ്ങളൊരു ലോങ് ടേം യൂസേജ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 4 to 6 years നിങ്ങൾ യൂസ് ചെയ്യുവാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം കോഡിംഗ് ആണ്, ആപ്പ് ഡെവലപ്മെൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ്, വീഡിയോ എഡിറ്റിങ്, ഡിസൈനിങ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകുമ്പം നമുക്ക് ലോങ് ടേം യൂസേജിന് എപ്പോഴും നല്ലത് ഹയർ സ്റ്റോറേജും നല്ല റാമും ഉള്ള ഒരു ഡിവൈസ് ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സ്ലോ ഡൗണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും റണ്ടറിങ് ടൈമും കാര്യങ്ങളൊക്കെ കൂട്ടാനും ഏറ്റവും നല്ലത് ഈ ഒരു റാമും അതോടൊപ്പം സ്റ്റോറേജ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. ഇതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഐപാഡിൻ്റെ കാര്യത്തിലും. ഐപാഡ് മിനിയോ 10th generation ഐപാഡൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, നിങ്ങൾ ബേസിക് മോഡലൊക്കെ എടുത്താലും മതി. പക്ഷേ M2 എയർ അല്ലെങ്കിൽ M4 ഐപാഡ് പ്രോ ഒക്കെ ഓപ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഹയർ കപ്പാസിറ്റി സ്റ്റോറേജ് ഉള്ളത് അല്ലെങ്കിൽ റാമെങ്കിലും ഉള്ളത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ. കാരണം ഐപാഡ് എടുക്കുന്നവർ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും മിക്കവാറും ഐപാഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെയുള്ളവർ സ്കെച്ച്, ഡ്രോയിങ്, ഡിസൈനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം ഐപാഡിൽ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം മെഡിക്കൽ ആ ഒരു ഫീൽഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കും വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം കുറേ ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്, നോട്ട് ടേക്കിങ് ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റോറേജ് കൂടുതലുള്ള ഒരു ഐപാഡിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൽ തന്നെ സ്റ്റുഡൻസിന് ഐപാഡ് എയർ തന്നെ ധാരാളമാണ്. കാരണം ഇപ്പം M2 പ്രോസസ്സർ വരുന്നു, അതോടൊപ്പം തന്നെ അതിൽ തന്നെ നമുക്ക് 11 ഇഞ്ചും 13 ഇഞ്ചും ഐപാഡ് എയർ അവൈലബിൾ ആണ്. പ്രോ എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത്. ആൻഡ് മാക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പം M1 MacBook Air ഉണ്ട്, അതോടൊപ്പം തന്നെ M3, M2, M4 ഇറങ്ങിയിട്ടില്ല. സോ ഈ പറഞ്ഞ 3 സീരീസിലുള്ള മാക്കുകളാണ് അവൈലബിൾ. ഇതിലേക്ക് വരുമ്പം നിങ്ങളുടെ യൂസേജ് വളരെ ലൈറ്റ് ആയിട്ടുള്ള പർപ്പസിനാണ്, അതായത് മൂവി വാച്ചിങ്ങിന്, അല്ലാന്നുണ്ടെങ്കിൽ റീഡിങ്ങിന്, അല്ലെങ്കിൽ നമ്മൾ കണക്കുകളൊക്കെ എൻ്റർ ചെയ്യാൻ, ഇപ്പം ഡാറ്റ എൻട്രി അങ്ങനെയുള്ള പർപ്പസിനാണെന്നുണ്ടെങ്കിൽ മാക്ബുക്ക് എയർ തന്നെ ധാരാളമാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബേസ് മോഡൽ മാക്ബുക്കിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഈവൻ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും ബേസ് മോഡൽ മാക്ബുക്ക് എയറിൽ സിമ്പിളായിട്ട് നടക്കും. വലിയ ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ എഡിറ്റേഴ്സിനോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരോടും ഞാൻ സ്റ്റോറേജും അതോടൊപ്പം റാമും കൂടുതൽ എടുക്കണം എന്ന് പറയുന്നത് ലോങ് ടേം യൂസേജിനെ മുന്നിൽ കണ്ടുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റ് ടാസ്കുകൾക്ക് M1 എയർ തന്നെ ധാരാളമാണ്. ഇനിയിപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ, ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക്, ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ M2 അല്ലെങ്കിൽ M3 എയറിലേക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനും ഉണ്ട് നമുക്ക് 13 ഇഞ്ച് അവൈലബിൾ ആണ്, അതോടൊപ്പം തന്നെ 15 ഇഞ്ച് എയറും അവൈലബിൾ ആണ്. സോ അതിൽ ഏതാണോ നിങ്ങളുടെ ആ ഒരു പർപ്പസിനും നിങ്ങളുടെ ആവശ്യത്തിനും നീഡിനും ഉപകരിക്കുന്നത് അത് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ബാക്ക് ടു സ്കൂൾ ഓഫറിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.